ജോലി ചെയ്യുന്നത് പോലെ വേടന്റെ പാട്ടിന്റെ ഒരു ഫോളോവറും ഫാനുമാണ് ഞാൻ. ഞങ്ങളൊരു ഷോ കഴിഞ്ഞ മാസം ചെയ്തതേ ഉള്ളൂ. അതുപോലെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോഴ് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടന്റ് ആയിരുന്നു. അപ്പോഴ് ഇത് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ ഒടുവിൽ ജാസി ഗിഫ്റ്റ് വേടനോടും പൊതുസമൂഹത്തിനോടും മാപ്പ് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എക്സ്പ്ലനേഷൻ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അതിനകത്ത് എന്തൊക്കെയോ വാസ്തവം ഉണ്ടെന്ന്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാലും ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻ്റർവ്യൂസ് ആയാലും അതിനകത്ത് ചോദ്യകർത്താക്കൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ നിലവാരം എത്തരത്തിലാണ്, അല്ലെങ്കിൽ അതിനകത്ത് എത്രത്തോളം വള്ളികൾ പിടിപ്പിക്കാൻ നോക്കിയിട്ടാണ് അവർ ഈ പറയുന്ന അതിൻ്റെ റീച്ച് കൂട്ടുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയും അതേ സംഭവം തന്നെയാണ്. കാരണം ഈ കഞ്ചാവ്, ലഹരി, ഇപ്പോൾ ഉള്ള കാര്യങ്ങളെ കുറിച്ച് അതിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി പർപ്പസ്ഫുള്ളി ചോദിച്ചൊരു ചോദ്യമാണെന്ന് ഈ ഒരു സംഭവത്തിന് ശേഷം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇതിന് മുന്നുണ്ടായിരുന്ന ജോണി വാക്കർ എന്ന് പറയുന്ന സിനിമയെ ബന്ധപ്പെട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ നടന്നതുകൊണ്ട് തന്നെ അതിന് ബാക്കി ഭാഗം പകുതിയിലധികം ആൾക്കാർ എനിക്ക് തോന്നുന്നു കണ്ടിട്ടില്ല. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതും അവർ ഇതേ രീതിക്ക് തന്നെയാണ് വേറൊരു രീതിക്ക് പറഞ്ഞ് മാറ്റിക്കൊണ്ട് തിരുത്തി വിടുന്നതെന്ന് പറഞ്ഞാൽ. കാരണം എന്തെങ്കിലും വായിൽ നിന്ന് വീണ് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എയറിൽ പോവും. അങ്ങനെ പോവാതിരിക്കാൻ 4 പേരും കടിച്ചു പിടിച്ച് നോക്കിയതാണ്. പക്ഷേ ചെയ്ത കാര്യം എന്ന് പറയുന്നത്, പണി മേടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത കാര്യം എന്ന് പറയുന്നത് പുലിവാല് പിടിച്ചാണ് കായിപ്പോയി. ഇതാണ് സംഭവിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു എക്സ്പ്ലനേഷൻ കേട്ട സമയത്ത് അതിനകത്ത് സത്യസന്ധത ഉള്ളതായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എൻ്റെ പേഴ്സണലി ഉള്ള ഒപ്പീനിയനാണ് അതെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ട വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ഒരു മാപ്പ് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ഇടുന്ന ആൾക്ക് പോസിറ്റീവും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടാനുള്ള ഒരു കടമ ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിരുന്നത്.